അങ്ങനെ പതിയെ പതിയെ സച്ചിയും രേവതിയും തമ്മിൽ നല്ല അടുപ്പത്തിലാവുന്നുണ്ട് കേട്ടോ. സച്ചിക്കാണെങ്കിലോ എപ്പോഴും രേവതിയെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താണ് സച്ചി. സച്ചി രാവിലെ ഓട്ടോ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ലോങ് ഡ്രൈവിന് പോവാണ്. അവൻ രാത്രിയായിട്ടേ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വഴിയരികിൽ കണ്ടൊരു കുപ്പികളുടെ ആ ഒരു കടയിൽ അവന്റെ കണ്ണടക്കാണ്. അപ്പോഴേക്കും ആ കൂടെ വന്ന കസ്റ്റമേഴ്സും വണ്ടി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൽ നിന്നും വന്ന കസ്റ്റമേഴ്സ് അവിടെ ഇറങ്ങി വള വാങ്ങിക്കുന്നുണ്ട്. അവര് കയ്യിൽ വളയൊക്കെ ഇട്ട് നോക്കി അതിന്റെ ഭംഗിയൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചിൻ മനസ്സിലോർക്കാണ്, ഇത് തന്റെ രേവതിയാണ്, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളും ഇങ്ങനെ ഇട്ടിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. സച്ചി ഓർക്കാണ് അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് കുറച്ച് കുപ്പിവളകൾ വാങ്ങിപ്പോയാലോ, ഇനി അവൾക്ക് ഇഷ്ടാവോ? അവള് കുപ്പിവളകളൊക്കെ ഇടുന്നതല്ലേ, ഇഷ്ടമായിരിക്കും. ഇനി ഞാൻ കൊണ്ടുപോയിട്ട് അതാരെങ്കിലും കണ്ടിട്ട് ഞാൻ പയങ്കിളിയാണെന്നെല്ലാം കരുതുവോ, ആകെപ്പാടെ സീനാകുവോ? ഓ ശരി, ഇനി രാത്രിയാകുമ്പം ആരും ചെക്ക് ചെയ്യില്ലായിരിക്കും, എങ്ങനെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സച്ചി ആ കുറച്ച് വളകളൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ സച്ചി വളകൾ നോക്കുമ്പം കൂടെ ഉണ്ടായിരുന്ന അവര് ചോദിക്കുന്നുണ്ട്, അല്ല ആർക്കാ വളം ചോദിക്കുമ്പം എന്റെ ഭാര്യയ്ക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാള് സച്ചി അവിടുന്ന് കുറെ വളകൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളകളൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം സച്ചി അതൊക്കെ പൊതിഞ്ഞിങ്ങനെ മേടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കള്ളുകുപ്പിയൊക്കെ ആയിട്ട് കയറുന്ന സച്ചി ആദ്യമായിട്ടാണ് മദ്യം മേടിക്കാതെ ആ വളകളുമായിട്ട് വരുന്നത്. ആ ഗസ്റ്റിനെയൊക്കെ ചെല്ലാടത്തിന് ഇറക്കി വിട്ടിട്ട് സച്ചി നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിന്റെ ഡോറ് വന്ന് തുറക്കുന്നത് ചന്ദ്രയായിരിക്കും. സച്ചിയാണെങ്കിലോ അത് അവളായിരിക്കുന്ന പ്രതീക്ഷയാണ് കേട്ടോ ഡോറ് തുറന്നത്. പക്ഷെങ്കിൽ അമ്മയെ കണ്ടപാടെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. എന്താടാ ഇന്നും പൂസാണോ നീ? അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അല്ലെങ്കിലും സ്നേഹമുള്ള അമ്മമാർക്ക് മക്കളുടെ ഓരോ ഓരോ ഇതും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ഓരോ മാറ്റങ്ങളും അവർക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ ചോദിക്കാണ്, എന്താടാ സച്ചി എവിടെയാന്ന് ഇത്ര നേരം? അത് ഇച്ചിരി ലോങ് ഡ്രൈവ് ആയിരുന്നു അച്ഛാ, അതുകൊണ്ടാ. ഇപ്പൊ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പുറകിൽ എന്തോ പിടിച്ചിരിക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. എന്താടാ പുറകില്? കുപ്പിയായിരിക്കും. കുപ്പിയൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് അവൻ മേളിലേക്ക് കയറിപ്പോന്ന നേരം നിക്കട അവിടെ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക, നിങ്ങളുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വരികയോ മദ്യം കൊണ്ടുപോവുകയോ ചെയ്യലെന്ന്. നിന്റെ റൂമില് ഒരു പെൺകുട്ടിയുണ്ട്, ആ ഒരു കാര്യം നീ മറന്നുപോയോ? എന്നിട്ടാണോ നീ ഈ മദ്യക്കുപ്പിയുമായിട്ട് അകത്തേക്ക് കയറിപ്പോന്ന്? അച്ഛാ സത്യമായിട്ടത് മദ്യക്കുപ്പി അല്ല. അപ്പോഴേക്കും അതിങ്ങനെ തൊടാൻ ശ്രമിക്കുമ്പം എന്റെ ചില്ലുപോലെ തോന്നിയിട്ട്, ഓ മദ്യക്കുപ്പി അല്ലല്ലേ, അതിന്റെ സൗണ്ട് തന്നെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, 2 ബോട്ടിലുണ്ടോ തമ്മിൽ ഉരസിയിട്ട് സൗണ്ട് ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് അച്ഛൻ പറയുമ്പോ സച്ചി പറയാണ്, അച്ഛാ സത്യമായിട്ട് കുപ്പിയല്ല, അച്ഛനെ വിശ്വസിക്ക, ഇങ്ങോട്ട് കാണിക്കണമെന്നും പറഞ്ഞിട്ട് കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിക്കുകയാണ് കേട്ടോ ആ ഒരു കുപ്പിവളകള്. അങ്ങനെ പെട്ടെന്ന് പൊതിയഴിച്ച് നോക്കുമ്പം സച്ചിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സേതുവിന്റെ വൈഫായ ശ്രുതി എല്ലാരും ഞെട്ടി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, ഓഹോ കുപ്പിവിളകളായിട്ട് വന്നാണല്ലേ, എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ. പണ്ട് ആരേല് കുപ്പിയും ആയിട്ട് മദ്യപിച്ച് ഇങ്ങോട്ടേക്ക് കയറി വന്നു വരുന്നതിന്റെ മോന് ഇപ്പൊ ഇത്രയ്ക്കൊക്കെ മാറ്റം ഉണ്ടായെങ്കില് അതാ രേവതി മോളുടെ ഒരാളുടെ ഇതുകൊണ്ട് മാത്രം. കണ്ടില്ലേ ചന്ദ്ര, എന്റെ മകൻ കാണിച്ചത് കുപ്പിവിളകളുമായിട്ട് വന്നിരിക്കുക അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. ചന്ദ്ര പറയാണ്, ഓ അതിത്ര വലിയ കാര്യമൊന്നുമില്ല, എല്ലാ പെങ്കൊന്തന്മാരും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, അങ്ങനെ അച്ഛനമ്മയ്ക്ക് എപ്പോഴെങ്കിലും വള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അച്ഛാ? അച്ഛൻ ഇതുപോലെ പെങ്കൊന്തനാണോ? ഞാൻ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടം പോലെ വളയും മാലയും സാരിയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് വളയും മാലയൊക്കെ മേടിച്ചു കൊടുത്താൽ അവൻ പെങ്കൊന്തനാവാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും പെങ്കൊന്തന്മാർ തന്നെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് ആ ദേഷ്യം വന്നിട്ട് ചന്ദ്രനെ കളിയാക്കിക്കൊണ്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ സേതുവും ശ്രുതിയാണെങ്കിൽ ഈ രാത്രി ഇവനൊന്നും വേറൊരു പണിയില്ലാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അവര് മുറുമുറുത്തോണ്ട് കയറിപ്പോന്നുണ്ട്. എന്നാ എന്തായാലും നീ അവക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുവന്നല്ലേ, അവക്ക് അതിനെ കൊണ്ട് കയ്യിൽ ഇട്ട് കൊടുക്ക് എന്നും പറഞ്ഞിട്ട് അച്ഛൻ അവന്റെ കയ്യിൽ കൊടുത്തോടുന്നുണ്ട്. അവനാണെങ്കിലോ ആ വളകളൊക്കെ ആയിട്ട് ഒന്ന് ചെറിയൊരു ചമ്മലോട് കൂടിയിട്ട് മുറിയിലേക്ക് ചെല്ലാണ്. അപ്പോഴേക്കും അവിടെ രേവതി ആണെങ്കിലോ സച്ചിയെ കാത്ത് ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണ്. സച്ചി ചോദിക്കാണ്, എന്താ രേവതി ഇതുവരെ ആഹാരം കഴിച്ചില്ലേ? ഇല്ല സച്ചിയേട്ടനോട് വന്നിട്ട് കഴിക്കാന്ന് കരുതിന്ന് പറയുമ്പം സമയം 11:30 ആയില്ലേ, ഇത്രയും താമസിച്ചാല് എന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ട, താ 10 മണിയാകുമ്പോഴേ ആഹാരം കഴിച്ചിട്ട് കിടന്നോണം, രാത്രി ഇത്രയും ലേറ്റ് ആയിട്ടൊന്നും ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ലോങ് ഡ്രൈവിന് പോയിരുന്നു, തനിക്ക് അവിടെ വെച്ചൊരു ഗിഫ്റ്റ് മേടിക്കണം തോന്നി ഞാൻ മേടിച്ചതാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുമ്പം എന്ത് ഗിഫ്റ്റാന്ന് ചോദിച്ചിട്ട് വളരെ ആകാംക്ഷയോടെ തന്നെ
രേവതി തുറന്നു നോക്കുന്നുണ്ട്. കുപ്പിവളകൾ കണ്ടപ്പം രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എനിക്കാണോ ഈ കുപ്പിവളകളെന്ന് ചോദിക്കുമ്പം സച്ചി ചോദിക്കാണ്, പിന്നെ വേറെ ആർക്കെങ്കിലും ഞാൻ മേടിച്ചോണ്ട് വരൂ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടമായി സച്ചിയേട്ടാന്ന് പറയുന്നുണ്ട്. അവളുടെ കയ്യിൽ കിടന്ന കുപ്പിവളകള് പെട്ടെന്ന് അവളത് ഊരി വെച്ചിട്ട് മറ്റേത് കയറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടൈറ്റ് ആയിരുന്നു ഇത്. അപ്പോഴേക്ക് സച്ചി ഇങ്ങി കാണിക്ക്, ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ വളകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പം രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പം സച്ചിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. പരസ്പരം അവര് കണ്ണിൽ കണ്ണി നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ സച്ചി രേവതിയോട് വളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുന്നുണ്ട്. രേവതി പറയാണ്, ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ആദ്യമായിട്ടാ സച്ചിയേട്ടൻ ഇതുപോലെ വാങ്ങിക്കൊണ്ട് തരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുന്നു. അങ്ങനെ രേവതിയെയും കൂട്ടി സച്ചി താഴേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. അങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ പടയങ്ങ് കലിപ്പളായി നിൽപ്പുണ്ട് കേട്ടോ. ഓ, രണ്ടുപേരുടെ വരവ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയ മൂത്തിങ്ങനെ ചന്ദ്ര അവിടെ നിൽക്കാണ്. അപ്പോഴേക്കും അച്ഛൻ പറയാണ്, ഇത്രയും നേരം ഈ മോള് നിനക്ക് വേണ്ടി കാത്തിരിക്കാന്ന് ഫുഡ് കഴിക്കാതെ, ഞങ്ങളെല്ലാം ആഹാരം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും ഞാൻ അവളോട് പറയായിരുന്നു ഇത്രയും താമസിച്ചൊന്നും എന്നെ വെയിറ്റ് ചെയ്തിരിക്കണ്ടെന്ന്, നേരത്തെയൊക്കെ ആഹാരം കഴിച്ചു കിടന്ന് ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേബിളിലെ ഫുഡൊക്കെ സച്ചി വിളമ്പി കൊടുക്കുമ്പം സച്ചിക്ക് രേവതി വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി സച്ചിയും അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഒരുപാട് സച്ചിയും രേവതി തമ്മിൽ അടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇവരുടെ ഈ കഥകൾ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.